ചക്രങ്ങൾ കറക്കി യാത്ര ചെയ്യാനുള്ള മനുഷ്യന്റെ ശ്രമങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1649 അന്നത്തെ ബവേറിയയുടെ നൂറൻബർഗ് പട്ടണത്തിലായിരുന്നു മൃഗങ്ങളെ ഒഴിവാക്കിയുള്ള വാഹനങ്ങൾക്കായുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുന്നത്. ആദ്യകാലത്ത് ആവി എഞ്ചിനിലേക്കും തുടർന്ന് പെട്രോളിയത്തിലേക്കും എത്തിച്ചേരാൻ 1886 വരെ കാത്തിരിക്കേണ്ടി വന്നു. അത്തരത്തിൽ ആദ്യമായി രൂപമെടുത്ത കാറായിരുന്നു മെഴ്സഡസ് ബെൻസ്. ഇത്തരം ചരിത്രങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു വിന്റേജ് കാർ മ്യൂസിയമാണ് പയന. ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയിൽ മൈസൂരിൽ നിന്നും 8 കിലോമീറ്റർ ദൂരെ മണ്ഡ്യ ജില്ലയിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. 2024 ഏപ്രിൽ 6 പ്രവർത്തനം തുടങ്ങിയ ഈ മ്യൂസിയം നമ്മെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നത് തീർച്ച. ഇത്തരത്തിലുള്ള മ്യൂസിയങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള കോയമ്പത്തൂരിലേതടക്കം പല സംസ്ഥാനങ്ങളിലുമുണ്ട്. രാജസ്ഥാനിലെ ഉദയ്പൂർ, ഗുജറാത്തിലെ അഹമ്മദാബാദ്, ഗോവ, ഗുഡ്ഗാവ്, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ മ്യൂസിയങ്ങളുടെ നിരയിൽ നിന്ന് കുറെ കൂടി മുന്നിലേക്ക് വന്നിരിക്കുന്ന പയന ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗ്ഡെയുടെ സ്വന്തമായ നിർമ്മിതിയാണ്. ോളം കാറുകൾ അടക്കമുള്ള ലോകത്തെ നമുക്ക് കാണാൻ കൗതുകമുണർത്തുന്ന നിരവധി വാഹനങ്ങളെ കെട്ടിടത്തിന്റെ 2 നിലകളിലായി വിന്യസിച്ചിരിക്കുന്നു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ആ നാട്ടിൽ വന്നപ്പോൾ ഉപയോഗിച്ച വാഹനം, സർ CV രാമൻ ഉപയോഗിച്ച വാഹനം എന്ന് വേണ്ട, സിനിമാ രംഗത്തെ പ്രമുഖർ ഉപയോഗിച്ച വാഹനങ്ങളൊക്കെ കൺമുന്നിലേക്ക് എത്തുന്നു. ഓരോ വാഹനത്തിനും നമ്മോട് ഒത്തിരി പറയാനുണ്ടാകും. നമ്മുടെ രാജ്യത്തെ ഏത് നിരത്തിലും വ്യാപകമായി ഓടിക്കൊണ്ടിരുന്ന അംബാസഡർ
ബോംബെ നിരത്തുകളിലെ ഒത്തിരി ഓർമ്മകൾ സമ്മാനിക്കുന്ന കറുപ്പും മഞ്ഞയും അണിഞ്ഞ പ്രീമിയർ പത്മിനി എന്ന് വേണ്ട, ഇന്നത്തെ സർവ്വസാധാരണമായ മാരുതി വരെ ഈ ചരിത്രത്തിന്റെ ഭാഗമാണ്. എന്നാൽ ലോക ചരിത്രത്തിൽ തന്നെ വലിയ സ്ഥാനമുള്ള ജർമ്മനിയുടെ വോക്സ് വാഗൺ തീർത്തും വേറിട്ട് നിൽക്കുന്നു. ഏകാധിപതിയായിരുന്ന ജർമ്മനിയുടെ അഡോൾഫ് ഹിറ്റ്ലറുടെ നാസി പാർട്ടി തോക്കിൻ മുനയിൽ നിർത്തി രൂപകൽപ്പന ചെയ്യിച്ചതാണ് ആ വാഹനം. അതേപോലെ ഹെൻറി ഫോർഡ് എന്ന കഠിനാധ്വാനിയിലൂടെ നമുക്ക് ലഭിച്ച ഫോർഡ് വാഹനങ്ങളും നമ്മെ ചരിത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതിനൊക്കെ പുറമെ കഴിഞ്ഞ കാലങ്ങളിലെ ടൈപ്പ്റൈറ്റർ, ടെലിഫോൺ എന്ന് വേണ്ട അടുക്കള വസ്തുക്കളുടെ വരെ ഒരു ശേഖരം അവിടെ കാണാം. വിസ്മയിപ്പിച്ച ഒരു കാര്യം, ഇതൊക്കെ ചുറ്റി നടന്ന് കാണാൻ 50 രൂപ മാത്രമാണ് അവർ ഈടാക്കുന്നത്. കാരണം അന്വേഷിച്ചപ്പോൾ അതിൻ്റെ പുറകിലുള്ള മനുഷ്യനെ പിടികിട്ടി. ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗ്ഡെ എന്ന തെക്കൻ കർണാടകയിലെ ഒരു സാമൂഹിക പ്രവർത്തകന്റെ സംരംഭമാണിത്. യോഗയ്ക്കും യക്ഷഗാന എന്ന തെക്കൻ കർണാടകയിലെ കലാരൂപത്തിനും എന്നു വേണ്ട സൗരോർജ നിർമ്മാണത്തിനും വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപകനും വിദ്യാർത്ഥികളുടെ വഴികാട്ടിയുമായ ഈ മനുഷ്യൻ സ്വന്തം ചിലവിൽ 10,000-ലധികം നിർധനരായ പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൊടുത്തിട്ടുണ്ട്. കർണാടക രത്നം നൽകി കർണാടകം അദ്ദേഹത്തെ ആദരിച്ചു. 2000-ൽ പത്മഭൂഷണും 2015-ൽ പത്മവിഭൂഷണും നൽകി രാജ്യം ഹെഗ്ഡെയോട് നന്ദി പ്രകടിപ്പിച്ചു. 2022 മുതൽ ഈ 75-കാരൻ നമ്മുടെ രാജ്യസഭാംഗമാണ്.